ഒരു ഡയറക്ഷൻ ക്വസ്റ്റ്യനാണ്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ 10 തെക്കിൻ്റെ നേരെ എഴുതുക 10. എന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, വെസ്റ്റിൻ്റെ നേരെ 4. ഇങ്ങനെ ഒരു ഷോർട്ട് ഫോം ഓർത്തിരുന്നാൽ മതി. ഈശ്വരൻ എന്നുള്ള ഷോർട്ട് ESWN, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത്. പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ, വടക്കിൻ്റെ നേരെ 5 എഴുതുന്നു. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, ഈസ്റ്റിൻ്റെ നേരെ 4 എഴുതുന്നു. ഈ ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, എതിർ ദിക്കുകളാണ്. നോർത്തും സൗത്തും എതിർ ദിശകളാണ്. അപ്പോൾ നമുക്ക് എതിർ ദിശകൾ തമ്മിലുള്ള വ്യത്യാസം, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള 4ഉം 4ഉം ക്യാൻസലായിപ്പോയി, 0. ഇനി നോർത്തും സൗത്തും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 10ഉം 5ഉം ആണ്. 10ൽ നിന്ന് 5 പോകെ 5. ഇവിടെ കൂടുതലുള്ളതിൻ്റെ സ്ഥലത്ത് നേരെ എഴുതണം. ഇവിടെ കൂടുതൽ ഏതാ? 10. 10ൻ്റെ നേരെ 5 കിലോമീറ്റർ തെക്കിൽ സൗത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ സൗത്ത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തെക്ക്. അതായത് ഇതൊരു ഷോർട്ടായിട്ട് ഓർത്തിരുന്നാൽ മതി. ESWN, ഈശ്വരൻ എന്നുള്ള വാക്ക് ഓർത്താൽ മതി. ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത്. വിവേക തെക്കോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ, സൗത്തിൻ്റെ അടുത്ത് 10. പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, വെസ്റ്റിൻ്റെ അവിടെ 4. പിന്നെ വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ, നോർത്തിൻ്റെ അവിടെ 5. പിന്നെ ലാസ്റ്റിൽ 4 കിലോമീറ്റർ കിഴക്ക്, ഈസ്റ്റിൻ്റെ അവിടെ 4. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്, നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ക്യാൻസലായിപ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. ഇനി സൗത്തും നോർത്തും തമ്മിലുള്ള വ്യത്യാസം 10 - 5, അതായത് 5 വരും. ഇവിടെ കൂടുതലുള്ളത് ഏതാ? സൗത്തിൻ്റെ അവിടെ ആണെന്ന് നോർത്തിൻ്റെ അവിടെ ആണെന്ന് 10. അപ്പോൾ അവിടെയാണ് 5 കിലോമീറ്റർ തെക്കിലാണ് ഇയാളെ പൂർവ്വസ്ഥാനത്ത് നിന്നുള്ളത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? സൗത്ത്, തെക്കിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.